എല്ലാവർക്കും നമസ്കാരം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ശമ്പളത്തിൻ്റെ കൂടെ കൊടുക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ബേസിക് സാലറി. അതിവർക്ക് നിർബന്ധമായും കൊടുക്കേണ്ട ഒരു പണം. അതിന് വേറൊരു രീതി പറഞ്ഞാൽ അടിസ്ഥാന ശമ്പളം. ഇനി അടുത്ത രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് പ്രൊവിഡൻറ്റ് ഫണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു വീതം പിടിക്കും. പിടിക്കുന്നത് എത്ര ശതമാനമാണോ അത്രയും തുക. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൽ നിന്ന് 100 രൂപയാണ് പിടിക്കുന്നതെങ്കിൽ സർക്കാരും കൂടെ 100 രൂപ ഇടും. അങ്ങനെയാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് കണക്ക് കൂട്ടുന്നത്. ഇപ്പം ബേസിക് ശമ്പളത്തിൻ്റെ 12% പിടിക്കുന്നതും 12% കൂടിയാണ് സർക്കാർ ഇടുന്നത്. അപ്പോൾ ഇത് ഒരു വലിയ തുകയായിട്ട് കിട്ടും. ഇനിയുള്ളത് ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DA എന്ന് പറയുന്ന ക്ഷാമബത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന സ്നേഹത്തോടെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന ഒരു അലവൻസ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പറയാം. പിന്നെ ഇവർക്ക് കൊടുക്കുന്ന വേറൊരു അലവൻസാണ് വീട്ടുവാടകയ്ക്കുള്ള അലവൻസ്, HRA എന്ന് പറയും. ബേസിക് സാലറിയുടെ 40% മുതൽ 50% വരെ കൊടുക്കാം എന്ന് പറഞ്ഞാൽ 50,000 രൂപ വരെയാണല്ലേ കൊടുക്കുള്ളൂ. അതിന് മുകളിലോട്ട് കൊടുക്കുകയല്ലെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം വലിയ പുള്ളികൾക്കൊക്കെ 50,000 രൂപ വരെ ഈ നഗരങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് വാടക കൊടുക്കാനുള്ള വ്യവസ്ഥ ഇതിനകത്തുണ്ടെന്ന്. പിന്നെയുള്ളത് ട്രാവൽ ആൻഡ് സ്പെഷ്യൽ അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവൻ്റെയൊക്കെ കഴുത്തിന് പിടിക്കാൻ പോകുന്ന കേസുണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ പോകുന്നതിന്, ഓരോരോ പരിപാടിക്ക് പോകുന്നതിനൊക്കെ അലവൻസ് ഉണ്ട്. പിന്നെ ഓഫീസ് വിട്ടുപോയി ജോലി ചെയ്ത് വരുന്നതിന്, ശരിക്കും പറഞ്ഞാൽ കൊങ്ങായ്ക്ക് പിടിക്കാൻ പോകുന്നതിനല്ല, ഇവർക്ക് അലവൻസ് കിട്ടും എന്നുള്ളതാണ് വേറൊരു സത്യം. അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി, അടുത്ത കാലത്ത് ഈ പ്ലാസ്റ്റിക് പിടിക്കാൻ വേണ്ടി ഒരു സ്ക്വാഡിനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് പഞ്ചായത്തിലെ തന്നെ ഒരു ജോലിക്കാരൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, ഇവന്മാർ ഒരുമാതിരി വിനോദയാത്രയ്ക്ക് പോകുന്നത് പോലെ ആർമാദിച്ചായി പോകുന്നത്. സർക്കാരിൻ്റെ വണ്ടി, അവിടുത്തെ ബാക്കി എല്ലാ സംവിധാനം, എന്നിട്ട് ഇവന്മാർ ഇതങ്ങ് അർമാദിച്ചങ്ങ് പോകുക എന്ന് പറഞ്ഞു. അതിൻ്റെ ബാക്കി 1-2 കാര്യങ്ങൾ പുള്ളി പറഞ്ഞു, അതിപ്പോൾ ഇവിടെ എനിക്ക് പറയാൻ പറ്റിയല്ല. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. ചെല്ലുന്നിടത്ത് ആളുകൾ അത് കൈകാര്യം ചെയ്യേണ്ട പോലെ ചെയ്യുകയായിരുന്ന യുവമാരുടെ ആ വിനോദം അങ്ങ് നിന്നേനെയും. പക്ഷേ പറഞ്ഞത് വലിയ കട്ടിയായ കാര്യമാണ്. അതിനി പറഞ്ഞാൽ എൻ്റെ തലയിൽ കയറുമല്ലോ എന്നോർത്ത് ഞാൻ അത്ര അങ്ങോട്ട് വിട്ട് പറയുന്നില്ല. ഇനി അടുത്തത് ട്രാൻസ്പോർട്ട് അലവൻസ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തോട്ട് സ്ഥലം മാറ്റം കൊടുക്കുമ്പം ലോറി പിടിക്കാനും സാധനം കയറ്റി ഇറക്കാനും ഒക്കെ ഒരു നിശ്ചിത തുക ട്രാൻസ്പോർട്ട് അലവൻസ് ഇവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ലീവ് ട്രാവൽ അലവൻസ് എന്ന് പറഞ്ഞ ഒരു പരിപാടി. എന്ന് പറഞ്ഞാൽ ലീവ് എടുത്തിട്ട് ആണ്ടിലൊരു ഇത്ര ദിവസം വിനോദയാത്രയ്ക്കൊക്കെ പോകാനുള്ള ഒരു അലവൻസ്, മെഡിക്കൽ അലവൻസ്, ബോണസ്, ഓവർ ടൈം പേയ്മെൻറ്റ് പോലും ചില ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടെന്നാണ് കേൾക്കുന്നത്. അത് എത്രത്തോളം ഇവർ എഴുതിയെടുക്കുന്നുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്, ഇവരുടെ പെർഫോമൻസിനനുസരിച്ച് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസെൻറ്റീവ്. പിന്നെ സാലറി അരിയേഴ്സ്, ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറയുകയാണെങ്കിൽ ഈ മെഡിക്കൽ ലീവ് ഒരു 20 എണ്ണം ഒരു വർഷം ഉണ്ടെന്ന് വെച്ചോ, അത് ലീവ് എടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതും കൂടെ ജോലി ചെയ്താൽ അതിൻ്റെയും കൂടെ പൈസ അവർക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടും. പിന്നെ ട്രാവൽ ആൻഡ് ഫുഡ് റീഇംബേഴ്സ്മെൻറ്റ്, ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പം വണ്ടിക്കൂലിയും ഭക്ഷണത്തിനും വരെയുള്ള പൈസ ബില്ല് കൊണ്ട് കൊടുത്ത് തിരിച്ചു മേടിക്കാം. പിന്നെ ഗ്രാറ്റുവിറ്റി, 14ാമത്തെ ഐറ്റം അത്. ഗ്രാറ്റുവിറ്റി ദീർഘകാല സേവനത്തിന് കൊടുക്കുന്ന ഒരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ 5 വർഷം പൂർത്തിയാക്കിയ ആർക്കും ഗ്രാറ്റുവിറ്റിക്ക് അവകാശമുണ്ട്. ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത് ഇവർ ലാസ്റ്റ് ജോലി ചെയ്യുന്ന അവസാനത്തെ മാസത്തിലെ അവസാനത്തെ 15 ദിവസം ഇവർക്ക് കിട്ടുന്ന ശമ്പളം, ഏറ്റവും ലാസ്റ്റ് ശമ്പളം ഇവർ ആ സമയത്ത് പിരിയുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് ഇവർക്ക് ഏറ്റവും ലാസ്റ്റുള്ള ശമ്പളത്തിൻ്റെ അവസാനത്തെ 15 ദിവസത്തെ ശമ്പളം നോക്കിയിട്ട് ആ ശമ്പളം ഇൻറ്റു ഇവർ വർഷം എത്ര കാലം ജോലി ചെയ്തോ അത്രയും കാലവും ഈ 15 ദിവസത്തെ വീതം വെച്ചുള്ള ശമ്പളം. അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം ഏറ്റവും ലാസ്റ്റ് പിരിയുമ്പം ഒരാൾക്ക് 1000 രൂപയുള്ളെങ്കിൽ 15,000 രൂപ ആയിട്ട് അത് 15 ദിവസത്തെ ശമ്പളമായിട്ട് കൂട്ടിയിട്ട് 30 വർഷം ജോലി ചെയ്തെങ്കിൽ ഈ 30 വർഷത്തേക്കും 15,000 രൂപ വെച്ച് കൂട്ടിയിട്ടാണ് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത്. ഇനി അടുത്തതാണ് നമ്മൾ ഈ പറഞ്ഞു വന്നതിൽ മൂന്നാമത്തെ ഐറ്റമായ DA
എന്ന് പറഞ്ഞാൽ ഡിയർനെസ് അലവൻസ്. ഈ ഡിയർനെസ് എന്ന വാക്കിന് ഡിയർനെസ് അലവൻസ് എന്ന് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ക്ഷാമബദ്ധ എന്നാണ്. എന്നാൽ ഡിയർനെസ് എന്ന് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഭയങ്കരമാണ്. ഓമന, അരുമ, പ്രിയങ്കരം, അടുപ്പം, ഇഷ്ടം, പ്രേമം. നമ്മുടെ സർക്കാരിൻ്റെ നിലവിലുള്ള, അത് ഇടതാണേലും വലതാണേലും, LDF ആണേലും UDF ആണേലും, സർക്കാരിൻ്റെ നടപടികളും ഉദ്യോഗസ്ഥന്മാരോടുള്ള ഇടപെടലും കാണുമ്പം നമുക്ക് ഈ ഡിയർനെസ് കറക്റ്റാന്ന് മനസ്സിലാകും. സർക്കാരിൻ്റെ ഓമനകളാണ് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, സർക്കാരിൻ്റെ അരുമകളാണ് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, സർക്കാരിൻ്റെ പ്രിയങ്കരരാണ് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, സർക്കാരിന് ഏറ്റവും അടുപ്പമുള്ളത് ഈ ഉദ്യോഗസ്ഥന്മാരോടാണ്, സർക്കാരിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരാണ്, സർക്കാരിന് പ്രേമം പോലും ഉദ്യോഗസ്ഥന്മാരോടാണ്. ഇവർക്ക് എന്തിനാണ് ഈ ഡിയർനെസ് അലവൻസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ പണപ്പെരുപ്പം നേരിടാനാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർ സർവീസിൽ കയറുന്ന അന്നത്തെ ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം കൊണ്ട് മേടിക്കാവുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ അനുദിന ജീവിതത്തിന് ആവശ്യമായ പാല് വേണം, മരി വേണം, മറ്റ് സാധനങ്ങൾ വേണം, മലഞ്ചരക്ക്, ഇങ്ങനെയുള്ള ഈ സാധനങ്ങളെല്ലാം മേടിക്കുമല്ലോ. ഈ മേടിക്കുന്ന സാധനങ്ങൾ ഇന്ന് ഇപ്പം കിട്ടുന്ന സാധനം അതേ വിലയ്ക്ക് നാളെ കിട്ടുകയില്ല, അതുപോലെ ഒരു മാസം കഴിയുമ്പോൾ കിട്ടുകയില്ല. അങ്ങനെ ഇവരുടെ ആവശ്യത്തിനനുസരിച്ച് സാധനം ഇവർക്ക് എന്നും ഒരുപോലെ കിട്ടണം. അപ്പോൾ പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ കൂടുതൽ പണം കൊടുത്താലേ ഇവർക്കിത് മേടിക്കാൻ പറ്റുള്ളൂ. ഇവർ സർക്കാരിൻ്റെ അരുമകളായതുകൊണ്ട്, സർക്കാരിൻ്റെ ഓമനകളായതുകൊണ്ട്, സർക്കാരിന് പ്രേമം ഇവരോട് മാത്രമായതുകൊണ്ട് അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുന്ന സാധനമാണ് DA അഥവാ ഡിയർനെസ് അലവൻസ്. ഡിയർനെസ് അലവൻസ് ഇതിനനുസരിച്ച് അങ്ങോട്ട് കൂട്ടി കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഏറ്റവും താഴെത്തട്ടിൽ മുതൽ ഏറ്റവും മുകളിലുള്ളവർക്ക് വരെ ഒരു ശമ്പള വർധന ഉടനെ വരിക. ഏറ്റവും താഴെ തട്ടിലുള്ളവന് ഞാൻ മനസ്സിലാക്കുന്നത് 10,000 രൂപ മിനിമം കൂടുമെന്നാണ് ശമ്പളം. ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥന് 50,000 രൂപ കൂടും. എന്ന് പറഞ്ഞാൽ 10,000 രൂപ മുതൽ 50,000 രൂപ വരെ കൂടും. സർക്കാർ ഇപ്പോൾ കൂട്ടി വെക്കാൻ പോവുക. ഭരണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇറങ്ങിപ്പോകുന്നതിനിപ്പുറം ഇരിക്കട്ടെ ഒരു പണി. പണ്ടൊരു വല്യപ്പൻ മരിക്കുന്നതിന് മുമ്പ് മക്കളോട് പറഞ്ഞു, മക്കളെ എനിക്കൊരു അവസാന ആഗ്രഹമുണ്ട്. ഞാൻ മരിച്ചിട്ട് എൻ്റെ ശരീരത്തിലെ ചൂടാറുന്നതിന് മുമ്പ് നിങ്ങളൊരു വാരിക്കുന്തം കൂർപ്പിച്ച് എൻ്റെ മലദ്വാരത്തിൽ കൂടി അങ്ങ് അടിച്ച് കയറ്റണമെന്ന് പറഞ്ഞു. മക്കളോർത്ത് അപ്പൻ്റെ അവസാന ആഗ്രഹമല്ലേ, അപ്പൻ്റെ ചൂടിറങ്ങുന്നതിനിപ്പുറം ഒരു വാരിക്കുന്തം ഉണ്ടാക്കി മലദ്വാരത്തിൽ കൂടി അങ്ങ് അടിച്ച് കയറ്റി വെച്ചു. ആഗ്രഹം സാധിച്ചു കൊടുത്താൽ. പക്ഷേ അത് കഴിഞ്ഞ് ഈ ബോഡി കുളിപ്പിക്കാൻ എടുത്തപ്പം ആൾക്കാർ കണ്ടുപിടിച്ചു ഇങ്ങനെ ഒരു വാരിക്കുന്തം അടിച്ച് കയറ്റി വെച്ചേക്കുന്നത്. അത് പിന്നെ കേസായി, വഴക്കായി, ലാസ്റ്റ് മക്കളെല്ലാം അകത്ത് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഈ അപ്പൻ്റെ ഒടുക്കത്തെ ആഗ്രഹം പോലത്തെ ഒരു പരിപാടിയായി സർക്കാർ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് LDF സർക്കാർ. ഇറങ്ങിപ്പോകുന്നതിനിപ്പുറം ഒറ്റ ഒടുക്കത്തെ കൂട്ടുകൂടെ കൂട്ടിയേക്കാവുന്ന 10,000 രൂപ മുതൽ 50,000 രൂപ വരെ. ഞാൻ ആവറേജ് 6.5 ലക്ഷം അടുത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ ശമ്പളം വെച്ച് ഞാൻ ആവറേജ് ഒന്ന് കണക്ക് കൂട്ടി നോക്കിയപ്പം ഏതാണ്ട് 2,000-ലധികം കോടി രൂപ ഒരു മാസം അധിക ബാധ്യത ഉണ്ടാക്കി വെക്കും. ഇപ്പം UDF വലിയ തുള്ളിച്ചാടി നിൽക്കുക ഭരിക്കാമെന്നും പറഞ്ഞ് സതീശനും കൂട്ടരും കിടന്ന് വേർക്കും. ഇതേപോലത്തെ തെണ്ടിത്തരമാണ് ഈ വെനിസലയിലൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. വെനിസല ഇടത് ഭരണം നടക്കുന്ന സ്ഥലമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ എണ്ണ നിക്ഷേപമുള്ള രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നത്, നമ്മുടെ ബുദ്ധിയിലൊക്കെ നേരത്തെ അറിഞ്ഞുകൊണ്ടിരുന്ന സൗദി അറേബ്യ എന്നായിരുന്നു. സൗദി അറേബ്യയെക്കാളും ഒരു പകുതിയും കൂടെ കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ നിർവാഹമില്ല. ഒടുക്കത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം ഭരിച്ച് ഏതൊക്കെയാലും അമേരിക്ക മോളിൽ കൂടെ വന്നിട്ട് പൊക്കി എടുത്തോണ്ട് പോയി. ഇവിടെ ഉള്ളവനെല്ലാം കിടന്ന് തുണിയും പറിച്ചിട്ടിട്ട് ചാടുന്നുണ്ട്. വെനിസലയ്ക്ക് അങ്ങനെയെങ്കിലും ഒരു ഭാഗ്യം കിട്ടി. അവിടുത്തെ ജനത്തിന് പൊക്കി എടുത്തോണ്ട് പോയല്ലോ. കേരളത്തിലെ ജനത്തിന് എവിടുന്ന് ഒരു ഭാഗ്യം കിട്ടും? ഈ ഒടുക്കത്തെ ഇത് കൂട്ട് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകുന്നതിനപ്പുറം തൊലിച്ചിട്ട് പോകാനാ. ഇത് LDFനെയും UDFനെയും ഒന്നും കുറ്റം പറഞ്ഞു. ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകാൻ നേരത്തെ ഇത് കൂട്ടർ നേരത്തരം കാണിച്ചിട്ട് പോയതാണ്. 350 സ്കൂളുകൾക്കാണ് എയ്ഡഡായിട്ട് സർക്കാരിൽ നിന്ന് ശമ്പളം കൊടുക്കും, ബാക്കി മുഴുവൻ അവന്മാരുണ്ടാക്കുന്ന പോലെ ആക്കി കൊടുത്തിട്ട് പോയത്. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് ഇവിടുത്തെ ജനത്തിനോട് എന്തൊരു ബന്ധം? 3,35,00,000 സാധാരണക്കാർക്ക് ഇവരെ കൊണ്ട് എന്ത് പ്രയോജനം? ഞാൻ ഈ 3,35,00,000 ജനത്തിനോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഈ അലവലാദികളെ തിരഞ്ഞെടുക്കുന്നത്? ഇവന്മാരെ വന്നിട്ട് എന്താ പ്രയോജനം? ജനത്തിനോട് യാതൊരു താല്പര്യവുമില്ലാത്ത ഒരു സംഘം ആളുകളെ തിരഞ്ഞെടുത്ത് വിടുന്നത് ഈ 15 ലക്ഷം വരുന്ന ശമ്പളം പെൻഷൻകാർക്ക് അല്ലെങ്കിൽ അധികാരവർഗത്തിന് വേണ്ടി അവരെ ഓമനയായിട്ട് കണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തു വിടുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനത്തിന് ഈ വിലക്കയറ്റവും പണപ്പെരുപ്പവും ഈ പ്രശ്നങ്ങളൊന്നുമില്ലേ? ഇവിടുത്തെ ജനം ഇങ്ങനെ കിടന്ന് ഞെളിവിരി കൊള്ളുമ്പോൾ
ഈ ഓമനയായി യുവന്മാരെ കൊണ്ടു നടന്നിട്ട് ഇവന്മാർക്ക് ഇതുപോലെ കൂട്ടി കൊടുക്കുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ അങ്ങോട്ട് പോകും. വെനിസലക്കാർ അങ്ങനെയെല്ലാം രക്ഷപ്പെട്ടു, അയാളെ പിടിച്ചോണ്ട് പോയി. ലോകം മുഴുവൻ കിടന്ന് മണയ്ക്കുന്നുണ്ട്. എന്നത്തിനാണോ എനിക്കറിയത്തില്ല. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു ജനം, ആ ജനത്തിന് വേണ്ടി പറയാൻ ഒരുത്തനുമില്ല. അവനെ പിടിച്ചോണ്ട് പോയി. കിട്ടുന്നത് എല്ലാം ഗവൺമെൻറ്റിൻ്റെ അതാക്കി വെച്ചു. ലോകം മുഴുവൻ സ്വകാര്യവൽക്കരണം നടക്കുമ്പോഴാണ് മുഴുവൻ ഗവൺമെൻറ്റിൻ്റെ ആക്കി വെക്കുന്നത്. വിജയകരമായി പ്രവർത്തിക്കുന്ന ഏത് പ്രസ്ഥാനവും പിടിച്ചോണ്ട് പോവുക എന്ന് പറഞ്ഞതുപോലെ നിലവിൽ നിൽക്കക്കള്ളില്ലാതെ നിൽക്കുക കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി. ഒരു 2000 കോടിയും കൂടെ മാസം വീണ്ടും ഉണ്ടാക്കി വെക്കുന്ന ഒരു പരിപാടിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതോടെ കണ്ടിട്ട് വേണം നിയമസഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.